നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മെഴ്സിഡീസ്, BMW, ഓഡി തുടങ്ങിയ കാറുകൾക്ക് ഇത്രയധികം വിലയെന്ന്? വിദേശത്ത് കുറഞ്ഞ വിലയുള്ളപ്പോൾ നമുക്ക് മാത്രം എന്താണ് ഇത്രയും നികുതി? എന്നാൽ ആ കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. 2026 ജനുവരി 27 ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിൽ തന്നെ തങ്കലിപികളിൽ എഴുതപ്പെട്ട ദിവസമായി ഇത് മാറിക്കഴിഞ്ഞു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ നീണ്ട 20 വർഷത്തെ ചർച്ചകൾക്കൊടുവിൽ ചരിത്രപരമായ ആ കരാർ ഒപ്പുവെച്ചിരിക്കുകയാണ്. മദർ ഓഫ് ഓൾഡ് ട്രേഡ് ഡീൽസ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇത് വെറുമൊരു പേപ്പർ കരാറല്ല, നമ്മുടെ പോക്കറ്റിനെയും ഇന്ത്യയുടെ തൊഴിൽ മേഖലയെയും എന്തിന് ആഗോള രാഷ്ട്രീയത്തെ വരെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. എന്താണ് ഈ കരാർ? കാറുകളുടെ വില എത്ര കുറയും? ഇതിൽ അമേരിക്കയ്ക്ക് എന്താണ് ഇത്ര ദേഷ്യം വരാൻ കാരണം? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. 2026 ജനുവരി 27 ഇന്ത്യയും 27 രാജ്യങ്ങളടങ്ങിയ യൂറോപ്യൻ യൂണിയനും തമ്മിൽ സ്വാതന്ത്ര്യ വ്യാപാര കരാർ അഥവാ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഒപ്പുവെച്ചു. ഇതൊരു പെട്ടെന്നുള്ള തീരുമാനമായിരുന്നില്ല. 2005 മുതൽ, അതായത് ഏകദേശം 21 വർഷങ്ങളോളമായി ഇതിന്റെ ചർച്ചകൾ നടക്കുകയായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയ ചർച്ചയാണ് ഇപ്പോൾ ഫലപ്രാപ്തിയിൽ എത്തിയിരിക്കുന്നത്. എന്താണ് ഇതിന്റെ കാതൽ? വളരെ ലളിതമാണ്. നികുതി ഇല്ലാതാക്കുക. ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കും തിരിച്ച് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോഴും ഇറക്കുമതി ചെയ്യുമ്പോഴും ചുമത്തിയിരുന്ന ഭീമമായ നികുതികൾ ഒന്നുകിൽ പൂർണ്ണമായും ഒഴിവാക്കും, അല്ലെങ്കിൽ വലിയ തോതിൽ കുറക്കും. ഇതാണ് ഈ ഡീലിന്റെ ഹൈലൈറ്റ്. ഇനി നമുക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയത്തിലേക്ക് വരാം. വാഹനങ്ങൾ. ഇത്രയും കാലം യൂറോപ്പിൽ നിർമ്മിച്ച ഒരു കാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിന്റെ വിലയുടെ ഇരട്ടിയോളം നമ്മൾ നികുതി നൽകണമായിരുന്നു. അതുകൊണ്ടാണ് ലക്ഷറി കാറുകൾ പലർക്കും സ്വപ്നമായി മാത്രം അവശേഷിച്ചത്. എന്നാൽ ഈ കരാർ പ്രകാരം യൂറോപ്യൻ കാറുകൾക്ക് മേലുള്ള ഇറക്കുമതി ഇന്ത്യ വെട്ടിക്കുറക്കാൻ പോവുകയാണ്. ഇതിന്റെ ഫലമായി മെഴ്സിഡീസ് ബെൻസ്, BMW, ഓഡി, വോക്സ്വാഗൺ തുടങ്ങിയ വമ്പൻ ബ്രാൻഡുകളുടെ വാഹനങ്ങൾ മുമ്പത്തേക്കാൾ വളരെ കുറഞ്ഞ ചിലവിൽ ഇന്ത്യയിൽ വിപണിയിൽ ലഭ്യമാകും. വാഹനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലോട്ടറി തന്നെയാണ്. മാത്രമല്ല, ഈ കമ്പനികൾക്ക് ഇന്ത്യയിൽ തന്നെ കൂടുതൽ പ്ലാന്റുകൾ തുടങ്ങാനും ഇത് അവസരമൊരുക്കും. കാറ് വാങ്ങുന്നവർക്ക് മാത്രമല്ല, ജോലി അന്വേഷിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ഈ കരാർ വലിയൊരു അനുഗ്രഹമാണ്. എങ്ങനെ എന്നല്ലേ? ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് കയറ്റി അയക്കുന്ന സാധനങ്ങൾക്ക് ഇനി അവിടെ നികുതി നൽകേണ്ടി വരില്ല. പ്രധാനമായും നമ്മുടെ തുണിത്തരങ്ങൾ, ടെക്സ്റ്റൈൽസ്, ലെതർ ഉൽപ്പന്നങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്കെല്ലാം യൂറോപ്യൻ വിപണിയിൽ വലിയ ഡിമാൻഡ് ഉണ്ടാകും. വില കുറയുന്നതോടെ യൂറോപ്യന്മാർ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കൂടുതലായി വാങ്ങാൻ തുടങ്ങും. ഇത് ഇന്ത്യയിലെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും. സ്വാഭാവികമായും ഈ മേഖലകളിൽ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. നമ്മുടെ കർഷകർക്കും ചെറുകിട വ്യവസായികൾക്കും ഇത് വലിയൊരു ആശ്വാസമാകും. എന്നാൽ സുഹൃത്തുക്കളെ, ഈ കരാറിന് പിന്നിൽ കച്ചവടം മാത്രമല്ല, വലിയൊരു രാഷ്ട്രീയ കളി കൂടിയുണ്ട്. ഇവിടെയാണ് ട്വിസ്റ്റ്. ഈ കരാർ ഇന്ത്യയെ ലോകത്തെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനിങ് ഹബ്ബ് ആയി മാറ്റുകയാണ്. ഇന്ത്യ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലക്ക് ക്രൂഡ് ഓയിൽ വാങ്ങുന്നു. റഷ്യക്കെതിരായ ഉപരോധം കാരണം യൂറോപ്പിന് നേരിട്ട് റഷ്യയിൽ നിന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഇന്ത്യ ഈ ഓയിൽ നമ്മുടെ റിഫൈനറികളിൽ എത്തിച്ച് അത് ശുദ്ധീകരിച്ച് പെട്രോളും ഡീസലുമാക്കി യൂറോപ്പിലേക്ക് കയറ്റി അയക്കുന്നു. ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. ഇന്ത്യക്ക് ലാഭം, യൂറോപ്പിന് എണ്ണയും കിട്ടും. പക്ഷേ ഇത് ഒരാളെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്, സാക്ഷാൽ അമേരിക്കയെ. കാരണം റഷ്യയെ സാമ്പത്തികമായി തകർക്കാൻ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ ഇന്ത്യ എന്ന ഇടനിലക്കാരനിലൂടെ യൂറോപ്പ് മറികടക്കുകയാണെന്ന് അവരുടെ ആരോപണം. അമേരിക്കയുടെ അതൃപ്തി നിലനിൽക്കെ തന്നെയാണ് ഇന്ത്യ ഇത്തരമൊരു ധീരമായ നീക്കം നടത്തിയിരിക്കുന്നത് എന്നത് നമ്മുടെ രാജ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന ശക്തിയെയാണ് കാണിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ 2026 ഈ ഇന്ത്യ യൂറോപ്പ് കരാർ വെറും ഒരു ഒപ്പിടൽ ചടങ്ങല്ല. കുറഞ്ഞ വിലയിൽ കാറുകൾ കിട്ടുന്നത് മുതൽ നമ്മുടെ നാട്ടിലെ നെയ്ത്തുകാരനും ചെരുപ്പ് നിർമ്മാതാവിനും വരെ ഗുണം ചെയ്യുന്ന, ഒപ്പം ലോക രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കുന്ന ഒരു വമ്പൻ നീക്കമാണിത്. വരും ദിവസങ്ങളിൽ സാധനങ്ങളുടെ വിലയിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ കരാറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കാറുകളുടെ വില കുറയുന്നത് സാധാരണക്കാർക്ക് ഗുണം ചെയ്യുമോ, അതോ ഇത് വൻകിടക്കാർക്ക് വേണ്ടിയുള്ളതാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്